ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? വാർഷിക ധ്യാനം കർത്താവിൻ്റെ കരുണയാൽ അതെല്ലാം പൂർത്തിയായിട്ടോ. ഞാൻ ധ്യാനിപ്പിച്ച് അതിൻ്റെ പേര് പറയാൻ കഴിഞ്ഞ ദിവസം വിട്ടുപോയായിരുന്നു. വിൻസെഷൻ കോൺഗ്രേഷനിലെ കോട്ടയം പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിരിക്കുന്ന ബഹുമാനപ്പെട്ട മാത്യു കക്കാട്ടുപള്ളി അച്ഛനാണ്. അച്ഛൻ വളരെ ശക്തമായ ധ്യാനമായിരുന്നു കേട്ടോ. ശരിക്കും വളരെ അച്ഛന് റിലീജിയസ് അതെല്ലാം മനസ്സിലാക്കി, മോണസ്ട്രികളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് എന്താണ് പാഴായിപ്പോയി എന്ന് പറയാമല്ലോ. അതുപോലെ കർത്താവ് അനുഗ്രഹം ചൊരിഞ്ഞ ധ്യാനമായിരുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന വലിയ ഉപകാരപ്പെട്ടു. പ്രത്യേകം നന്ദി പറയുന്നു കേട്ടോ. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദ ലോർഡ്. സുഖമായിരിക്കുന്നു. അട്ടപ്പാടിയിലാണ് ധ്യാനം കഴിഞ്ഞ പ്രദേശമൊക്കെ ആയിട്ടുള്ള പല മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പ്രാർത്ഥനയ്ക്കെല്ലാം പ്രത്യേകം നന്ദി. പിന്നെ ഉള്ളത്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് എല്ലാ കോൺഗ്രേഷനും വേണ്ടിയും, പ്രത്യേകിച്ച് വിൻസെഷൻ കോൺഗ്രേഷന് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കാം അല്ലേ. നല്ലതല്ലേ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹമല്ലേ അല്ലേ. ഇപ്പോൾ പോട്ട ധ്യാന കേന്ദ്രമൊക്കെ നമുക്ക് വലിയൊരു നായ്ക്കുമാരും വെളിച്ചം പനക്കലച്ഛൻ എല്ലാവരെയും ഓർക്കാം. എല്ലാ വിൻസെഷൻ അച്ഛന്മാർ പ്രത്യേകം കോപ്പുലം പക്ഷേ ധ്യാനം കൊല്ലം വേണ്ടി പ്രാർത്ഥിക്കാം. അവരെല്ലാം നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് 94-ാമത്തെ സങ്കീർത്തനത്തെ 10-ാം തിരുവചനത്തെ ബേസ് ചെയ്തിട്ടാണ്. വചന തലക്കെട്ട് ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ: ആകുലത കൂടിക്കൂടി വരുന്നുണ്ടോ? പ്രൈസ് ദ ലോർഡ്. നമ്മളിപ്പോൾ ഡോക്ടറെ കാണാൻ ചോദിക്കും, ഇതിങ്ങനെ വേദന എങ്ങനെയാ കൂടിക്കൂടിയാണോ വരുന്നത് ചോദിക്കുന്നു അല്ലെ. ആകുലത അല്ലെങ്കിൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 94-ാം സങ്കീർത്തനത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് സഹോദരങ്ങളെ? എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അവിടുന്ന് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നല്ലൊരു വചനമാണ്. സോഡ കുടിക്കും ഉന്മേഷം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അല്ലേ നമ്മൾ ഈ ചില പരസ്യങ്ങളെ കാണുന്ന പോലെ തന്നെ. എൻ്റെ സഹോദരൻ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നമുക്ക് ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അത് സോൾവ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ചില ആൾക്കാർ ഷെയർ ചെയ്യും അല്ലേ, അതൊക്കെ നല്ലതാണ്. ചില ആൾക്കാർ വെച്ചിട്ട് കഴിക്കും, അത് നല്ലതല്ല. അങ്ങനെ പല രീതികളുണ്ട്. പക്ഷെ നമുക്കെന്താ പറയുക, ആശ്വാസം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ പഠിക്കണം. ഈശോയിൽ സ്വീകരിച്ച് പഠിക്കണം. പരിശുദ്ധാത്മ റൂഹായിൽ നിന്ന് സ്വീകരിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് പിന്നെ ഈ പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ കർത്താവിൽ ആശ്വാസം സ്വീകരിച്ചു, അത് നിങ്ങൾക്ക് സമാശ്വാസം തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കൊരു ആശ്വാസം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് പഠിച്ചൊരു ദൈവവൈതലിനെ ഒരുപാട് പേരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ വർദ്ധിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആശ്വാസം അതിനേക്കാൾ ശക്തമായിരിക്കും. നമുക്ക് കർത്താവ് തല്ലുന്ന ഉന്മേഷം. മറ്റേന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഓർത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു കൺസോളേഷനൊക്കെ കിട്ടി ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങനെയാവും. മറ്റേ ദൈവത്തിൽ നിന്നുള്ള ആശ്വാസം അതൊരു ഉന്മേഷം പ്രദാനം ചെയ്യലാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആശ്വാസം ആരിൽ നിന്ന് സ്വീകരിക്കണം? ദൈവത്തിൽ നിന്ന് മാത്രം. ആശ്വാസം തേടി അലഞ്ഞു കിടക്കരുത്. അങ്ങനെ ബൈബിളിലൊരു ടീമുണ്ട്, അവൻ ആശ്വാസം തേടി അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്നു, എന്നിട്ട് പഴയ വീട്ടിലോട് കയറി തരുന്നത്. പാർട്ടി എന്താണെന്ന് അറിയാമല്ലോ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആയിരുന്നു. ഈശോയിൽ നിന്ന് ആശ്വാസം സ്വീകരിച്ച് പഠിക്കണം. ഈശോ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. മടിയിരുത്തി ലാളിക്കുമെന്നൊക്കെ പറഞ്ഞ വചനം അതിലായ രഹസ്യം അങ്ങനെ തന്നെ സമർപ്പിച്ചാൽ മതി. അങ്ങനെ വിശ്വസിക്കണം, ഈ വചനത്തിൽ വിശ്വസിക്കണം. ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നേ സ്തുതിക്കാം. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത്ഭുതകരമായ ദൈവ സാന്നിധ്യവും കൃപയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദുഷ്ടാരൂപ ഉപദ്രവങ്ങൾ, പൈശാചിക പീഡകൾ, ശല്യങ്ങൾ, ബാധകൾ, ഭൂതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ആട്ടിപ്പായുന്നു. വിട്ടോടെ ദൈവത്തിന്റെ കൃപ ശക്തമായി നിങ്ങൾ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ എല്ലാ മധ്യസ്ഥ പ്രാർത്ഥനകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നതാണ് ഈ ഒരു ആശീർവാദ സമയത്ത് ഈശോ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് വരുന്നതിന് അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുക. ഈ വചനം ജീവിക്കാൻ വേണ്ട കൃപ നൽകുക. എനിക്ക് ആരുമില്ലാന്ന് വിചാരിക്കുന്നിടത്ത് ഈശോ അടുത്ത് തുറന്നൊരു അനുഭവം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.